ഇത് യഥാർത്ഥത്തിൽ രണ്ട് കാര്യങ്ങളായിരിക്കാം സംഭവിച്ചിരിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പ്രശാന്ത് കിഷോറിൻ്റെ തന്നെ സാന്നിധ്യം ദീർഘകാലമായി ഇപ്പോൾ കഴിഞ്ഞ അതായത് നിതീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് മുതൽ അദ്ദേഹം അവിടെ സജീവമായി നിന്ന് പ്രവർത്തിക്കുകയും പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുകയും ആകെപ്പാടെ 3% ചില്ലറ വോട്ട് മാത്രം നേടുകയും ചെയ്തെങ്കിലും അവിടെ തളരാതെ നിന്ന് പൊരുതുകയായിരുന്നു. ഇത്തവണ അദ്ദേഹം നേരിട്ട് മത്സരരംഗത്ത് ഇറങ്ങുകയും ചെയ്തു ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ. അതൊരു ഘടകമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നത് ജന്തർ മന്തർ സമരമാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അതിനൊരു രാഷ്ട്രീയ രൂപം ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ മുതലെടുപ്പുണ്ടാവുക, വിളവെടുപ്പ് നടത്തുക ഇപ്പോൾ ബദലായി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെയായിരിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണത്. കാരണം അവിടെ ഒരു ബദൽ രാഷ്ട്രീയ സംവിധാനം എന്ന നിലയ്ക്കാണ് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി വന്നത്. അവിടെ RJD ആണ് പതിവായി BJPക്ക് എതിരെ മത്സരിച്ച് തോക്കാറുള്ളത്. അത് പാട്ന വെസ്റ്റ് ആയിരിക്കുമ്പോൾ ആണ് ആദ്യം ഇദ്ദേഹം അവിടെ നിതിൻ നബീൻ അവിടെ മത്സരിച്ച് വിജയിക്കുന്നത് 2006-ൽ. അതിനുശേഷം 2008-ൽ അത് മണ്ഡലം മാറി. അത് ഈ മണ്ഡലത്തിൻ്റെ ബങ്കിപ്പൂർ എന്നുള്ള പേരിലേക്ക് ആ മണ്ഡലം മാറി. അപ്പോൾ ആ പ്രദേശത്ത് അതിനു മുമ്പ് ആ പ്രദേശം എന്നത് ഒരു കുടുംബസ്വത്ത് പോലെ തന്നെ ആണ്. ഈ നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുടുംബസ്വത്തും BJPയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബസ്വത്ത് എന്ന നിലയ്ക്ക് അതൊരു പാർട്ടി ശക്തി കേന്ദ്രവും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ. പണ്ടൊക്കെ BJP ഈ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ചും ഇങ്ങനെ കുടുംബാധിപത്യത്തെക്കുറിച്ചും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഈ പുതിയ കാലത്ത് അത് പതുക്കെ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ധാരാളം മക്കൾ ഇപ്പോൾ നേതൃതലത്തിലുണ്ട് എന്ന് മാത്രമല്ല ആ കുടുംബാധിപത്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സാഹചര്യം രാജ്യം മുഴുവനും അല്ലെങ്കിലും ഇങ്ങനെ ചില പ്രദേശങ്ങളിലായി ഉണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ അതുകൂടെ പറഞ്ഞു പോകണമല്ലോ. ഈ നിതിൻ കിഷോർ പ്രസാദ് സിൻഹ അവിടെ അദ്ദേഹത്തിൻ്റെ അതായത് MLA-യും മുതിർന്ന BJP നേതാവുമാണ്. അവിടുത്തെ ബീഹാറിലെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് നിതിൻ നബീൻ. അദ്ദേഹം 2006-ൽ അവിടെ ജയിക്കുകയാണ് പാട്ന വെസ്റ്റിൽ. അതിനുശേഷം തുടർച്ചയായി ജയിച്ചു വരുന്നു. അദ്ദേഹം ഇപ്പോൾ 45 കഴിഞ്ഞ് 46 വയസ്സായിട്ടേ ഉള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണെന്ന് കൂടി ഓർക്കണം. രാജ്യസഭാംഗമാണ്. അപ്പോൾ അങ്ങനെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകുന്നതിന് വേണ്ടി ഒഴിഞ്ഞ മണ്ഡലം BJPക്ക് കൈവിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. BJPക്ക് കൈവിട്ട് പോയിരിക്കുന്നു. BJPയിൽ നിന്ന് ജൻസുരാജ് പാർട്ടി അത് പിടിച്ചെടുത്തിരിക്കുന്നു. പ്രശാന്ത് കിഷോർ അത് പിടിച്ചെടുത്തിരിക്കുന്നു. അവിടെ തുടർച്ചയായി മത്സരിക്കുന്നുണ്ട് RJDക്ക് 14 വോട്ട് ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. RJD 3-ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ ജൻസുരാജ് പാർട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ബദൽ രാഷ്ട്രീയം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാമെന്ന് ചെറുപ്പക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവിടെ സാധാരണ എല്ലായ്പ്പോഴും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രണ്ട് തരത്തിലാണ് സംസാരിക്കുക. അത് ഈ RJDയുടെ ഒരു പഴയ ഭരണത്തോടുള്ള വലിയ എതിർപ്പും ഈ നിതീഷ് കുമാറിൻ്റെ വികസന രാഷ്ട്രീയവുമൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ട് പോയിരുന്നതെങ്കിലും ആത്യന്തികമായി അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിരന്തരം ജാതി രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോൾ കായസ്ഥ വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് ബങ്കിപ്പൂർ. അതാണ് അവിടുത്തെ അടിസ്ഥാനം. BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതും അതുതന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണത്. അവിടെ പക്ഷേ ഇത്തവണ പ്രശാന്ത് കിഷോർ പറഞ്ഞ എന്തൊക്കെയാണ് അവിടുത്തെ ഈ അഴുക്കുചാലുകളെക്കുറിച്ച്, അവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച്, അവിടുത്തെ ഈ കുടിവെള്ള വിതരണത്തെക്കുറിച്ച്, കറണ്ടിനെക്കുറിച്ച്, ഇതൊക്കെയാണ് അദ്ദേഹം ചർച്ചയ്ക്ക് എടുത്ത വിഷയങ്ങൾ. അപ്പോൾ ആ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. ഇതിന് സമാന്തരമായി, അതായത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമാന്തരമായി വലിയ പ്രക്ഷോഭം നടക്കുന്നു. 700 പേരെയാണ് അറസ്റ്റ് ചെയ്തത് ബീഹാറിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ക്രൂരമായ ലാത്തി ചാർജും ഇടപെടലും ഉണ്ടായത് ബീഹാറിലെ സമരത്തിനെതിരെയാണ്. ജന്തർ മന്തറിൽ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ ലോകം മുഴുവൻ അത് കണ്ടു. പക്ഷേ ബീഹാറിൽ അതിനേക്കാൾ ക്രൂരമായാണ് ബീഹാറിലെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തിയത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുന്ന കാലത്താണ്. അതിൻ്റെ കൃത്യമായ പ്രതിഫലനം ഉണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ, അതായത് വലിയ 20,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് പ്രശാന്ത് കിഷോർ ആ മണ്ഡലത്തിൽ ജയിക്കുന്നത്. അതായത് BJPയുടെ അടിയുറച്ച മണ്ഡലത്തിൽ വോട്ട് ശതമാനം കുറവായിരുന്നു താരതമ്യേന നമ്മൾ നോക്കിക്കഴിയുമ്പോൾ. പക്ഷേ അവിടെ എല്ലാ കാലത്തും ഇത്തവണ എനിക്ക് തോന്നുന്നത് വോട്ട് ശതമാനം എല്ലാ കാലത്തും അവിടെ അങ്ങനെ കൂടുതൽ വോട്ട് ശതമാനം ഉള്ളൊരു സ്ഥലമല്ല. അത് താരതമ്യേന കുറച്ച് വോട്ട് മാത്രം പോൾ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രധാന ഘടകമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പിന്നെ നഗരമാണ്. നഗര കേന്ദ്രീകൃത യുവത്വം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കൂടുതൽ വോട്ടർമാർ തവണ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ കണക്കൊക്കെ പലരും ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത് കേട്ടു, യുവാക്കളാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ട് പോയിരിക്കുന്നവർ. അപ്പോൾ അതെല്ലാം നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഈ പറഞ്ഞ
CJP പ്രക്ഷോഭം അടക്കം അതിൽ ഒരു കാരണമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് പ്രശാന്ത് കിഷോറിൻ്റെ നയിച്ചതിലൊരു കാരണമായിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 238 സീറ്റിലാണ് മത്സരിച്ചത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി. വലിയ പ്രതീക്ഷയായിരുന്നു, വലിയ ചർച്ചയായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്തൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഇവിടെ തന്നെ കാണുന്ന നമ്മളുടെ ബീഹാറുകാരായിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ പണിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരിൽ ചിലരുമായിട്ടൊക്കെ ഞാൻ നിരന്തരം സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ പ്രതീക്ഷ പറയുന്നത് പ്രശാന്ത് കിഷോറിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വലിയൊരു സംഭവമായി മാറും. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പ്രശാന്ത് കിഷോറിന് ആകെപ്പാടെ 3% വോട്ടാണ് അവിടെ കഴിഞ്ഞ തവണ, 3.44% വോട്ടാണ് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയത്. പക്ഷേ അവിടെ നിന്നിട്ട്, അതായത് ഇതൊരു സമ്പൂർണ്ണ പരാജയം മാറി എന്നുള്ള വിലയിരുത്തൽ ഉള്ളിടത്താണ് ഇത്തരം ശക്തമായ ഒരു തിരിച്ചുവരവ് പ്രശാന്ത് കിഷോർ നടത്തിയിരിക്കുന്നത്. അത് ജൻസ്വരാജ് പാർട്ടിക്ക് തന്നെ ഒരു ഊർജം നൽകും, അക്കാര്യത്തിൽ സംശയം. കാരണം അയാളൊരു നെറ്റ്വർക്ക് അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പദയാത്രയിലൂടെ, അതിനു മുമ്പ് തന്നെ നിതീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൂടെയൊക്കെ അവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളണ്ടിയർമാരുടെ ഒരു വലിയ സംഘത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇനി കൂടുതൽ അയാളുടെ സ്വാധീനം ഉറപ്പിക്കാൻ തക്കവണ്ണമാകും എന്നാണ് ഞാൻ കരുതുന്നത്. നിയമസഭയിൽ സാന്നിധ്യം ഉറപ്പാവുന്നു, ഒരു MLA എന്ന നിലയിൽ ഇടപെട്ട് തുടങ്ങുന്നു. ഇതൊക്കെ വലിയ സൂചനയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യവ്യാപകമായി ഇനി സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ് അവരുടെ ഉറച്ച കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് അടിപതർന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ അടിച്ചമർത്തുന്ന രീതി തന്നെയാണ് സർക്കാർ ഈ സമരത്തോട് കാണിച്ചത്, വിദ്യാർത്ഥി സമരത്തോട് കാണിച്ചത്. അതിനുശേഷം അവർക്കെതിരെ നടപടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും പലതരത്തിലുള്ള നടപടികളുമായി ഇപ്പോൾ ഐഷി ഘോഷിനെതിരെയൊക്കെ പഴയ കേസുകൾ കുത്തിപ്പൊക്കിയുള്ള നടപടിക്ക് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. തുടർച്ചയായ തിരിച്ചടി കോടതികളിൽ നിന്ന് കിട്ടി. ഇന്നിപ്പോൾ സുപ്രീം കോടതി വ്യക്തത വരുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ വന്നു കയറിയിരിക്കുന്ന ചില ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഈ നടപടികളെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട വല്ല ക്രിമിനലുകളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക, അല്ലാതെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ പാടില്ല എന്ന് തന്നെ കൂടുതൽ ഉറപ്പോടെ ഇന്നിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ആ നീക്കങ്ങളെല്ലാം പാളിയിട്ടുണ്ട്. അപ്പോൾ അതാണോ വേണ്ട നീക്കങ്ങൾ എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ വലിയ ആരോപണമായിരുന്നു. അഭിജിത്ത് ദീപ്കയ്ക്ക് എങ്ങനെയാണ് വിദേശത്ത് പഠിക്കാനുള്ള പണം കിട്ടിയത്? അച്ഛൻ ഒരു എഞ്ചിനീയർ മാത്രമാണ്. അപ്പോൾ അങ്ങനെ വിദേശത്ത് പോയി 1 കോടിക്ക് മേൽ പണം ചെലവഴിച്ച് എങ്ങനെ പഠിക്കാൻ കഴിയുന്നു എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഒരു സൈഡ്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി വരുന്നത്. അഭിജിത്ത് ദീപ്കെ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഞാനിപ്പോൾ ആവർത്തിക്കുന്നില്ല, പക്ഷേ ആ ചോദ്യങ്ങളിലാണ് കയ്യടി കിട്ടുന്നത്. അതാണ് ആ ചോദ്യങ്ങൾക്കാണ് യുവാക്കളുടെ ശ്രദ്ധ കിട്ടുന്നത്. കാരണം എങ്ങനെ ഇന്ത്യയിലെ ഒരു യുവാവിന് വിദേശത്ത് പോയി 1 കോടി രൂപ മുടക്കി പഠിക്കാമെന്നുള്ളത് ഇവിടെയുള്ള ജെൻസിക്ക് മുഴുവൻ അറിയാം. അവരെ ഇനി പ്രത്യേകിച്ച് അത് പറഞ്ഞിളക്കാമെന്ന് വിചാരിക്കരുത്. പക്ഷെ പകരം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ വല്ലാതെ ഇളക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ പക്ഷേ അതിനനുസരിച്ച് തീർത്തും BJP എന്ന് പറയുന്നത് അങ്ങനെ അതിനനുസരിച്ച് അവരുടെ പ്ലാനുകൾ മാറ്റാൻ കഴിവില്ലാത്ത പ്രസ്ഥാനമൊന്നുമല്ല. അപ്പോൾ അതിനനുസരിച്ച് അവർ മാറ്റും. ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം ദേശീയ അധ്യക്ഷൻ്റെ മണ്ഡലം പോയി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള തിരുത്തലുകൾ ഉണ്ടാവും. സമയം എന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. എങ്കിലും കണക്കുകളും കാര്യങ്ങളും വെച്ച് ഹർഷൻ ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു. എന്നാലും ഞാനും ഇതിനെ അങ്ങനെ തന്നെയാണ് വിലയിരുത്തുന്നത്. ഒരു ബീഹാറിലിപ്പോൾ BJP ആണ് ബീഹാർ ഭരിക്കുന്നത് കേട്ടോ. അത് നിതീഷ് യുഗത്തിന് ശേഷം BJP ആണ് ഭരിക്കുന്നത്. ആ BJPയുടെ കുത്തക മണ്ഡലമാണ് അവിടെ. അതായത് വെച്ച് കഴിഞ്ഞാൽ ആരെയും നമ്മുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞാൽ കുറ്റിച്ചുവില നിർത്തിയാലും ജയിച്ചു പോകുമെന്ന് അവർ തന്നെ ഉറപ്പിക്കുന്ന ഒരു സ്ഥലം. അതിൽ തന്നെ അതൊരു നഗര കേന്ദ്രീകൃത മണ്ഡലം. അവിടെയും ഉറപ്പുള്ള ജനതയാണ്. എല്ലാ തവണയും ഇവർക്കൊപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷെ അവിടെയാണ് നിലവിൽ ഇവർക്ക് അടിപതറിയിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ ഇന്ന് BJP ക്യാമ്പിലെ മുഴുവൻ വെള്ളിടിയോടെ ആയിരിക്കും ഇതിനെ കാണുന്നുണ്ടാവുക. അതായത് എങ്ങനെയായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് വരെ പ്രവർത്തിച്ചിരുന്നത്, എങ്ങനെയാണ് ചില വിഷയങ്ങളെ സമീപിച്ചത് എന്നുള്ളത് കാര്യമായും അവരെല്ലാവരും ഇന്ന് കൂലങ്കക്ഷമായി ആലോചിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CJPയുടെ ഇതുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന പ്രതിഷേധം തന്നെയാണ്. അതിലെ ഒരു ദൃശ്യം മതി അവിടെയുള്ള യുവാക്കളെ ഇളക്കാൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒറ്റ ദൃശ്യം ഒരു AK-47 ഒരു പോലീസുകാരൻ ഓടുന്നതാണ്. അയാൾ തുടരെ വെടിവെക്കുന്നതാണ്. പിന്നീട് അയാൾക്കത് സസ്പെൻഷൻ നൽകിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു യുവതയോട് ജനാധിപത്യപരമായ ഒരു ഭരണകൂടം പെരുമാറേണ്ടത് എന്നുള്ളത് അവർ വീണ്ടും ഈ വോട്ടിലൂടെ
ബാലറ്റിലൂടെ ഓർമ്മിപ്പിക്കാനും ഇതിലൂടെ ബാലറ്റിലൂടെയല്ല ബാലറ്റില്ല ബാലറ്റിന് വേണ്ടിയുള്ള പോരാട്ടം വേറെ നടക്കുന്നതേ ഉള്ളൂ. വോട്ടിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, EVM മെഷീനിലൂടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വലിയ സൂചനയാണ് അത് മാറ്റം ഉണ്ടാവുന്നുള്ള. അത് വേറെ ഏതെങ്കിലും പാർട്ടിക്കല്ല കൊടുത്തിരിക്കുന്നത്, RJDക്കല്ല വോട്ട് ചെയ്തിരിക്കുന്നത്, ജൻസുരാജ് പാർട്ടിക്കാണ്. അപ്പോൾ ഒരു ബദലായിട്ട് ഒരു ബദൽ ശബ്ദമായി ഇവരെ കാണുന്നു എന്നുള്ളതാണ്. ഇതൊരു മാറ്റത്തിൻ്റെ സൂചന എന്ന നിലയ്ക്ക്. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഇത് അവർക്ക് മാത്രമുള്ള സൂചനയല്ല. കാരണം 20-25% വരെ വോട്ട് അവിടെ നേടിക്കൊണ്ടിരുന്നതാണ് RJD, അതായത് അവിടുത്തെ പ്രതിപക്ഷം. അപ്പോൾ ഈ പ്രതിപക്ഷത്തിനും ഒരു വെല്ലുവിളിയാണ്. കാരണം നിലവിലിപ്പോൾ കോൺഗ്രസ് ഉണ്ട്, അതാത് സംസ്ഥാനങ്ങളിൽ വിവിധ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ RJD പോലുള്ള പാർട്ടികളുണ്ട്. പിന്നെ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ ഇങ്ങനെ പ്രതിപക്ഷമായി നിൽക്കുന്നു. പക്ഷെ അതിനും അപ്പുറത്ത് ഒരു ബദലിനെയാണ് ഒരുപക്ഷെ ജനം പ്രതീക്ഷിക്കുന്നത് എന്നുള്ള തോന്നൽ ഈ ജൻസുരാജ് പാർട്ടിയുടെ വിജയത്തോടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി പോലെ ഒരു പ്രതിഭാസമാകും ജൻസുരാജ് പാർട്ടി എന്നൊക്കെയാണ് നേരത്തെ കരുതിയിരുന്നതെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെ കരുതേണ്ടതില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇത് ഒരുപക്ഷെ ഈ ജൻസുരാജ് പാർട്ടി എന്നത് ഇനിയായിരിക്കാം അതിൻ്റെ അടിത്തറയിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടിക്ക് നേരത്തെ സംഭവിച്ചതുപോലെ ആം ആദ്മി പാർട്ടി വന്ന മട്ടിലല്ല ജൻസുരാജ് പാർട്ടിയുടെ ഈ ഒരു ചെറിയ വിജയത്തെ നമ്മൾ കാണേണ്ടത്. കാരണം ഇത് പുതിയൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിജയമാണ്. ആം ആദ്മി പാർട്ടി വന്ന സാഹചര്യം പോലൊരു സാഹചര്യമല്ല, അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പലയാവർത്തി പറഞ്ഞതാണ്, BJP ഭരണം എന്താണെന്ന് അറിയാത്ത, BJP നേതൃത്വത്തെ അറിയാത്ത ഒരു തലമുറ വിധിനിർണായകമായ റോളെടുക്കുന്ന ഒരു കാലത്തുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഈ ബദലിനെ തേടിക്കൊണ്ടിരിക്കുന്നു യുവത എന്നുള്ള ഒരു തോന്നൽ, അത് BJPയും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും വിചാരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് RJD അടക്കമുള്ള പാർട്ടികൾ. എത്രയോ കാലമായിട്ട് RJDക്ക് അധികാര പരിസരത്തേക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നു. തീർച്ചയായും.